ജലജേ ജലജേ പള്ളി ഇത് എവിടെ പോയി കിടക്കാണ്? എന്തോന്നാ എടി നിന്നോട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കാൻ തുടങ്ങിട്ട് എത്ര നേരമായത്? വെള്ളം വേണമെങ്കിലേ ചേട്ടനെ പുറത്തോട്ട് ഇറങ്ങി പായും പൊളിച്ച് മുകളിലോട്ട് നോക്കിയിരുന്നു. ഒറ്റ കീറി വെച്ച് ഞാൻ തരോട്ടെ. ചേട്ടനോട് എത്ര നാളെ ഞാൻ പറയണേ ഇവിടെ ഒരു കിണർ കുത്തണോന്ന്. കിണറിന്റെ കേസ് വിട്ടുകളാ. എടി അതിനല്ലേ ഇവിടെ പഞ്ചായത്ത് പൈപ്പുള്ളത്. നിനക്ക് അതിൽ നിന്ന് വെള്ളം കൊടുത്താൽ എന്താ കുഴപ്പം? പഞ്ചായത്ത് പൈപ്പ് അതിന്റെ കാര്യമൊന്നും പറയണ്ട. പൈപ്പ് തുറന്നു കഴിഞ്ഞാലേ ഒരു സൗണ്ടും കേൾക്കാം. കുറച്ച് കഴിയുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് നീർക്കോലി ഇറങ്ങി വരുന്നതാണ്. ഇത്രയുള്ള പൈപ്പിൽ കൂടെ നീർക്കോലിന്റെ പെരുമ്പാമ്പിനെ ഇറക്കി വിടാൻ പറ്റുമോ? നീ എന്റെ പോണ്ട നീ ഇവിടുന്ന്. ചേട്ടൻ വർത്താനം പറഞ്ഞേക്കാതെ കിണറൂത്തുന്ന ആളെ വിളിച്ചോണ്ട് വാ. എടി കിണറൂത്തുന്ന ആളുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി ആ സ്ഥാനക്കാരന്റെ? അയാൾ ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാൾ വരാന്ന് പറയണ്ടല്ലാണ്ട് അയാൾ ഇങ്ങോട്ട് വരണ്ട. ഇതിലും ഭേദം ഒരു കുളം കുത്തുന്നത് തന്നെയാ. അങ്ങനെയാണ് നിന്റെ അച്ഛനെ ഏൽപ്പിച്ചാൽ മതി. ഇങ്ങനെ കൊളാക്കണ മനുഷ്യനെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നാലും സ്ഥാനക്കാരൻ ഇന്ന് വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മണി 10. ഇയാളിത് എവിടെ പോയി കിടക്കണത്? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ഷാപ്പിലേക്ക് പോകും. അല്ല, ഷാപ്പിന്റെ അപ്പുറത്തുള്ള വീടിന്റെ ഒരു ഇടപാടുണ്ടല്ലോ, ആ വീട്. ഈ പെട്ടത്തലയും കുറെ നാളായി പറയണു വാ വാ. അതെ ഇപ്പോഴും നോക്കിക്കൊണ്ട് വാ. സ്ഥാനക്കാരെത്തി. അപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡി ആണല്ലോ അല്ലേ? ചന്ദനത്തിരി, നിലവിളക്ക്, മെഴുകുതിരി. അതായത് മെഴുകുതിരി എന്തിനാ? അല്ല, കറണ്ട് പോയ കത്തിക്കാലോ. ശരിയാ, എല്ലാം റെഡിയാണ്. ദക്ഷിണ റെഡിയാണല്ലോ അല്ലേ? ആ, 2 തൂച്ചനല്ലേ പറഞ്ഞിട്ടുണ്ടായി? തൂച്ചനല്ലുണ്ട് ഉണ്ടോ? ജലജ തൂച്ചനല്ല. അല്ല ശരിയാവോ? ശരിയാക്കി തരാം. ഓക്കെ ഓക്കെ. ആ ഇല്ലാണ്ടല്ലോ അല്ലേ? വിളക്ക്, ഇല, ചന്ദനത്തിരി എല്ലാം ഉണ്ടല്ലോ. ആ, ഇവിടെ കിഴക്ക് എവിടെയാ? കിഴക്ക് എവിടെ? ഇവിടെയാ, എനിക്കറിയാം. പറയണ കത്തിക്ക. ഓ ഓ ഓ ഓ അപ്പൊ വിളക്ക്, പട്ടം, ചന്ദനത്തിരി ഇല്ലായി അല്ലേ? തൂശനല്ല. ഇനി കുറച്ച് ചോറ് അങ്ങോട്ട് എടുത്തോളൂ. എടുത്തിട്ട് വാ. ഇവിടെ 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 അല്ലേ? ഇവിടെ ജലജയ പെട്ടെന്ന് ചോറ് ഇട്ടോ. അപ്പൊ ചോറായി, ഇലയായി, ഉറക്കായി, ചന്ദനത്തിരിയായി, എല്ലായി. ഇനി കിണറിന്റെ സാധനം കണ്ടാ മതി. പിന്നെ ഈ കിണർ നമ്മള് സാധനം വെക്കണ്ട്, കിണർ കുത്തി വെള്ളം കണ്ടു കഴിയുമ്പോ ഈ വെള്ളം തെളിയാനായിട്ട്, അതായത് ഈ വെള്ളത്തിന് രുചി ഉണ്ടാവാനേ ഈ നെല്ലിക്കാത്തടി ഈ വെള്ളത്തിന്റെ അടിയിൽ ഇട്ട് കൊടുക്കണം. നല്ലതാ. നെല്ലിക്കാച്ചാർ ഉണ്ടാവും ഇല്ല, അച്ചാറ്. കാരണം ഈ ചപ്പി അവറുകളൊക്കെ കിണറിന്റെ ഉള്ളിലേക്ക് വീണട്ടെ വെള്ളം ഏതാണ്ട് ഈ സാമ്പാർ വരുമ്പോ സാമ്പാർ ഉണ്ടാവും. എന്തെങ്കിലും എടുത്ത് കൊടറി. എന്ത് പേര്? ജലജ. ജലജ അല്ലേ? അതെ. പച്ചരിയാണല്ലേ? അല്ല, റേഷനരിയാ. കിട്ടിയത് വാരി തിരിഞ്ഞ് വേറെ ഒന്നും കിട്ടാൻ മാർഗമില്ല. കുറച്ചുകൂടെ ഒഴിക്കട്ടെ. അല്ല, സ്ഥാനം കിണറിന്റെ. ഇത് കഴിഞ്ഞിട്ട് ശരി ശരി. ജലജ. അല്ല, ഇതിപ്പോ സ്ഥാനം കിണറിന്റെ സ്ഥാനം കണ്ട് കഴിഞ്ഞിട്ട് കിണർ കുത്താൻ വരുമല്ലോ. ഈ കിണർ കുത്താൻ വരുന്നവരോട് ഒരു കാര്യം പ്രത്യേകം പറയണം. എന്താണത്? അതല്ല, ഈ കിണറിന്റെ അറ്റത്തെ ഒരു പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെക്കാൻ പറയണം. കാരണം ഈ പൂച്ച കിണറ്റിലേക്ക് ചാടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ പട്ടിയുടെ പ്രതിമ കണ്ട് പേടിച്ച് പൂച്ച വരൂല. അല്ല, പട്ടിയുടെ പ്രതിമ ഉണ്ടാക്കി വെച്ചാല് മറ്റുള്ള പട്ടികൾ വന്നു കൂടൂലേ കിണറിനടുത്തേക്ക്? അത് പേടിക്കേണ്ട കാര്യമില്ല. സാറിന്റെ ഒരു ഫോട്ടോ അവിടെ വെച്ചാൽ ഒറ്റ പട്ടി വരില്ല. ഓക്കെ. അതെ, നമ്മ ഈ കിണർ കുത്തി കഴിഞ്ഞാലേ ശുദ്ധജലം കിട്ടാനായിട്ട് വല്ല മാർഗമുണ്ടോ? വെള്ളം തെളിയാൻ, നല്ല വെള്ളം കിട്ടാനായിട്ട് മാർഗമുണ്ട്. അതായത് കിണറ്റിൽ കിടക്കുന്ന വെള്ളം ഒരു മോട്ടർ അടിച്ചങ്ങോട്ട് പറ്റിക്കുക. എന്നിട്ട് 1 ലോഡ് മിനറൽ വാട്ടർ കിണറ്റിൽ കൊണ്ടു അടിക്കുക. ഉഗ്രം വെള്ളം കിട്ടും. ഇത്തിരി ക്ലോറിനും കൂടി അങ്ങ് ഇട്ട് കൊടുത്താൽ നല്ല പൈപ്പ് വെള്ളത്തിന്റെ രുചി ഉണ്ടാവും. അതെല്ലേ? പിന്നെ ഈ കിണറേ ഞാൻ ഇത്തിരി പൊക്കി കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇവിടെ 2 പിള്ളേരുണ്ടേ, അവര് കിണറ്റിൽ വീണ്ടാന്ന് എഴുതിയാണ്. ഒരാളുടെ പേര് സൂര്യ, ഒരാളുടെ പേര് രശ്മി. സൂര്യരശ്മി കിണറ്റിൽ വീണ നല്ലതല്ലേ? വെള്ളം തെളിയുന്നു.
മറ്റൊരു കാര്യം, നമ്മൾ ഈ കിണർ കുത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ വീടിന്റെ ഭാഗത്തോട്ട് ഒരു ബസ്സോ കാറോ ലോറിയോ പോയാൽ നിങ്ങൾ എന്തിനാ കുത്തിക്കുന്നത്? അതായിട്ട് പാട്ടിന് പോയിക്കോളും, നിങ്ങൾ വെള്ളം കോരിക്കൊള്ളണം. കിണർ കുത്തി കഴിഞ്ഞാ കുളിക്കാണ് പല്ല് കേൾക്കാണ് പാടില്ല. അല്ല കിണർ കുത്തിയെന്ന് വെച്ചാൽ കുളിക്കാനും പല്ല് കേൾക്കാനും പാടില്ലേ? അയ്യോ അതല്ല പറഞ്ഞത്, കിണറിന്റെ പക്കത്ത് നിന്ന് കുളിക്കാതെ പല്ല് കേൾക്കാന് പാടില്ലെന്ന്. പിന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ ഏത് വീട്ടിൽ ചെന്നാലും പറഞ്ഞു കൊടുക്കാറുള്ള, ഈ കിണർ കുത്താൻ വരുന്നവന്മാരോട് വെള്ളത്തിൽ നിന്ന് കിണർ കുത്തരുതെന്ന് പറയണം. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതല്ലടോ, വെള്ളം അടിച്ചോണ്ട് നിന്ന് കിണർ കുത്തരുതെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് സ്ഥാനം കാണാം. ഇത് ഏതാണ്ടൊക്കെ ലെവലായിട്ടുണ്ട്. എന്ത് പറ്റാശാലെ? പെട്ടെന്ന് അങ്ങനെ പൊങ്ങി പോരാൻ പറ്റില്ല. പച്ചരിയല്ലേ കഴിച്ചത്, നല്ല പശ. 25, 40, 45, 50, 55, 60, 65, 70. അയ്യോ അങ്ങോട്ടൊന്നും പോകില്ല, അതൊക്കെ വലിയൊരു സ്ഥലമാണ്. എന്നാ പിന്നെ തനിക്കിത് കയ്യേറി വല്ല കുടിലും വെച്ച് കെട്ടാൻ പാടില്ല. 60, 68, 74, 79, 83, 88, 90. ആ സ്ഥാനം കണ്ട് കണ്ടല്ലേ? ഇനി നമുക്ക് ഈ മണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് ടെസ്റ്റ് ചെയ്യ്. ഇവിടെ പറ്റില്ല. എന്താണ്? ഇവിടെ ഉപ്പ് രസമുള്ള മണ്ണാ. ഉപ്പ് ഞാൻ ഇന്നും രാത്രിയിൽ ഇവിടെയാ മൂത്രമൊഴിക്കുന്നത്, അതുകൊണ്ടാണ്. ആശാനെ ഇവിടെ നല്ല ഉഗ്രമണ്ണ. അയ്യോ അവിടെ വേണ്ട, അവിടെ മുത്തശ്ശി മൂത്രമൊഴിക്കാറ്. ഞാൻ വിശ്വസിക്കില്ല, ഇത് നല്ല മധുരമുണ്ട്. മുത്തശ്ശിക്ക് ഷുഗറും ഉണ്ട്. സ്ഥാനം കണ്ടോ? സ്ഥാനം കണ്ടോ? കണ്ടു പ്രഷറിന്റെയും ഷുഗറിന്റെയും സ്ഥാനം കണ്ടു. പിന്നെ ഇപ്പൊ ഞാൻ നോക്കിട്ട് അവസാന കൈ പ്രയോഗിക്കേണ്ടി വരും. എന്താണ്? എല്ലാം നേരിടാനുള്ള തൊലിക്കെട്ടി ഉണ്ടല്ലോ അല്ലേ? മനക്കെട്ടി എല്ലാരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്റെ കുട്ടിയും കൊണ്ടാ കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. പ്രാർത്ഥിക്കും. ഓം തദവദേ കിണറായ ദേവ നമഃ വെള്ളം വദായ നമഃ. ചെയ്യാം. എന്റെ ആശാനെ അത് പെരപ്പുറത്ത് പോയി പണി പാളിയല്ല. കിണർ വെക്കേണ്ട സ്ഥാനത്താണ് നിങ്ങൾ പെര പണിത്. അതുകൊണ്ട് പെര ഉടനെ പൊളിച്ചു മാറ്റണം. പെര വിളിക്കാനൊന്നും പറ്റില്ല, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. പേരെ പൊളിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ പൊളിച്ചോളാം. പിന്നെ പണിയാൻ നിങ്ങൾ വേറെ ആളെ കാണണം. അതൊന്നും ശരിയാവൂല. അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ ആദ്യം ഒരു തീരുമാനത്തിലെത്തി, കിണർ വേണോ പെര വേണോ? കിണറും വേണം പെരയും വേണം. അപ്പൊ ഞാനെന്ത് ചെയ്യാനാ? നമുക്ക് വേറൊരു സ്ഥാനം കാണാം. അതെ. വേറെ സ്ഥാനം എന്റെ കുട്ടി എന്ത് കുട്ടി ഇവിടെ കിടപ്പുണ്ടല്ലോ. ഇങ്ങോട്ട് കൊണ്ടുവന്ന്. കുട്ടി ഇത് അവസാന കൈ പ്രയോഗം. ഇതിൽ എന്തായാലും സ്ഥാനം കണ്ടിരിക്കും. കാണണം. എന്റെ പരിദേവതകൾ എന്നെ ചതിക്കൂല കേട്ടോ. എല്ലാരും ഒന്നും കൂടി കണ്ണടച്ച് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു. പോയി കുട്ടി അങ്ങോട്ട് പോയി. എന്തായി സംഭവം കിട്ടിയ? സംഭവം കിട്ടി. എന്നിട്ട് അടിച്ചുവിട്ട കോല എവിടെ? അത് കിട്ടിയില്ല.
ഇപ്പൊ എന്ത് ചെയ്യൂ നീ? എന്റെ ബലമായ സംശയം ഞാൻ അടിച്ചുവിട്ട കമ്പി പഞ്ചായത്തിൽ എവിടെയോ പോയി വീണിട്ടുണ്ടെന്നുള്ളതാണ്. അത് വീണെടുത്ത് ഇപ്പൊ ആരെങ്കിലും കിണർ കുത്തണുണ്ടാവും. ആശുപത്രി കൊണ്ടുപോകാം. എനിക്കറിയാൻ പാടില്ല. ആശുപത്രി കൊണ്ടുപോയോ? ഇതെന്താ കേസ്? ഇവൻ അവിടെ നിന്ന് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കരുത്. ആ സമയത്ത് എന്തോ ഒരു സാധനം മോളിൽ നിന്ന് വന്ന് അടിച്ചുകൊണ്ട് ഉൽക്കയാണെന്നാ തോന്നണ. ഉൽക്ക ഉൾക്കായിരിക്കും. എന്റെ ആശാൻ ഇത് ഉൾക്കൊലക്കൊന്നും അല്ല. ആശാൻ ഇവിടെ കിണറിന് സ്ഥാനം കാണാൻ ഒരു കമ്പെടുത്ത് ഒറ്റ അടിച്ച ആ കമ്പിയൊന്നും കൊണ്ടതായിരിക്കും. ആടാ ഒന്ന് നിർത്തിക്കേ. എന്നെ എടുത്തു. കൊണ്ടുപോടാ വേഗം ആശുപത്രി. ആശാനെ സമ്മതിക്കണം. ആശാൻ സ്ഥാനം കാണുകയും ചെയ്ത് സ്ഥാനം നോക്കി മേടിക്കുകയും ചെയ്തു. എടാ നീ എവിടെ പോണു? ചുമ്മാ വെറുതെ ഒരു രസം. നീ ഒരു കേസറിഞ്ഞായിരുന്നാ? നിന്റെ പെണ്ണ് കേസല്ലേ? ഓ അതല്ല, നമ്മുടെ പ്രഭാകരൻ ചേട്ടനില്ലേ? ചത്തുപോയാ? എടാ നമ്മുടെ പ്രഭാകരൻ ചേട്ടന്റെ വീട്ടിൽ നിധി ഉണ്ടെന്ന്. റോട്ടിൽ കൂടി പോയ ടിപ്പർ ലോറി വീട്ടിൽ കയറി ഉറങ്ങിക്കിടന്നവനെ ഇടിച്ച് റോട്ടിലൂടെ ചീർപ്പാഞ്ഞു പോയി. അതും കൂടാ. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്തിയ സ്ത്രീ ആൺ സുഹൃത്തുക്കളെ തേടുന്നു. ഫോൺ നമ്പറോ അതിനല്ല ഉണ്ടോ? ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. എത്ര? 90. എന്താന്ന്? ചോദിച്ചാള്. അല്ല വേണ്ട, അങ്ങനെ ഇപ്പൊ ചേട്ടൻ അറിയണ്ട. അതാരാണ്? അല്ല ഇത് നമ്മുടെ തങ്കപ്പൻ ചേട്ടന്റെ മോനല്ലേ? നിങ്ങളുടെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ആളാണല്ലോ. പല്ലിളിച്ചാണല്ലോ വന്നത്. വരവിന്റെ ഉദ്ദേശം. നീ ആത്തോ ആ മാല എടുത്ത് ഇങ്ങനെ നിനക്ക് അയ്യടാ, അത് അങ്ങോട്ട് തരുന്നതിനും ഭേദം എന്റെ കഴുത്തിൽ തന്നെ കിടക്കുന്നതാ. പോകുമ്പോ പഠിച്ചോളും. എനക്ക് ഇളിച്ചുകൊണ്ട് നിന്നിട്ട് മാല പൊട്ടിച്ചോണം വർഗത്തിൽപ്പെട്ട നിങ്ങൾക്കല്ലേ എല്ലാരും കണ്ട സംശയമല്ലേ? എന്നെ കണ്ട മിണ്ടാറില്ലല്ലേ? ഇങ്ങോട്ട് കളിക്കും എന്നെ എന്തിനാ? എന്തെങ്കിലും എന്താടാ? ഉദ്ദേശം കാണും. അവിടെ നിന്ന് എത്തിയോക്കാതെ ഇങ്ങോട്ട് വാ. എന്താണ് നീ എവിടെ ഇരുന്നോ? നിന്നെയൊക്കെ ഒരുപാട് ഇളയ തണ്ടുകുമാരിക്കൊന്നും വേണ്ട. എന്താ ചുമ്മാ ചുമയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കടാ. പോടാ ഇവിടെ. അയ്യോ അതല്ല, ഒരു രസത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ വന്നപ്പോഴേ ഈ പരിചയം പുതുക്കാലോ നമുക്ക്. പരിചയം പുതുക്കാലോ? പരിചയം പുതുക്കല്ല. എത്ര നാളെ നമ്മളെ പോലെ കണ്ടിട്ട് അല്ലെ? നീ കഴിഞ്ഞ ആഴ്ച കൂടി നീ ആരുടെ നിങ്ങൾ ആസ്വദിക്കണത്? നീ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലേ? പിന്നെ ആരാണ് നിനക്കറിയാമോ? വേലായുധന്റെ മോൻ. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ നീ? ചേട്ടൻ എന്തായാലും ഇങ്ങനെയൊക്കെ പറയണത്? കഴിഞ്ഞ ആഴ്ച ഞാനും ഭാര്യയും കൂടി അവിടെ കൂടെ നടന്നു വരുമ്പോ നീ ആ ജംഗ്ഷനിൽ നോക്കി വായിട്ട് പോകപ്പെടല്ല. ഞാൻ ആ സമയത്ത് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്ന. നീ ക്ലാസ് വെച്ച ക്ലാസ് എടുത്താന്നല്ലേ ഞാൻ ചോദിക്കണം. ചേട്ടാ ഈ ക്ലാസ് വെച്ച് എനിക്ക് കാണാൻ പറ്റൂല. നീ എന്നോട് മിണ്ടാറില്ലല്ല, പിന്നെ എന്തിനാ ഇപ്പൊ ഒരു പരിചയം പുതുക്കല്? അയ്യോ അത് ചേട്ടാ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല. നീ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ലേഡി അകത്തോടി. അല്ല ഞാൻ എന്നോടാണ് ഞാൻ പറഞ്ഞത്. മധുര ഇരിക്കുന്നിടത്ത് ഉറുമ്പ് വരും, അറിയാമോ? പിന്നെ ആരാണ് എന്താണെന്ന് നിനക്കറിയാമോ? ചേട്ടാ ഞാൻ ദുബായിന്ന് വന്നപ്പോ മുതലുള്ള ആഗ്രഹമാണ് ചേട്ടൻ എന്തെങ്കിലും തരണമെന്നുള്ളത്. എന്റെ മോനെ, നീ എന്ന് ദുബായിന്ന് വന്ന 4-5 കൊല്ലമില്ല നീ ദുബായി നിങ്ങടെ ഇറങ്ങിയിട്ട്. അന്ന് തരാത്ത സാധനം നിനക്ക് ഇപ്പൊ കൊണ്ടുവന്നെ എന്തിനാണ്? ചേട്ടൻ എന്നെ എന്തോ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സ്നേഹപരമായി നമ്മളെല്ലാ മനുഷ്യരും എത്രയല്ലേ മനുഷ്യരാണ്. ഇന്നല്ലെങ്കിൽ നാളെ അല്ലേ മറ്റന്നാൾ ചായാനുള്ളവരാ. നാട്ടുകാരല്ലേ? അതെ. വിളിച്ചകത്ത് കയറ്റിട്ട് വീട്ടുകാരനാക്കടി. മനുഷ്യൻ എന്തിന്റെ കേടാ? എന്തിന്റെ കേടാ? പോളിയത്ത് ഞാൻ ഇരിക്കുന്നോണ്ട് ഇനി ഉറുമ്പും ഈച്ചയൊന്നും വേണ്ട. നീ ഇരിക്കണോണ്ടാണ് അവരോട് വായിട്ട് നോക്കി നിക്കണത്. വേറെ ആളോട്ടൊന്നും നോക്കത്തില്ല കേട്ടോ ഞാൻ. എന്താ ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയണത്? ചേട്ടൻ എന്തോ ഒരു മനുഷ്യന്മാരെ കാണാത്ത രീതിയിൽ. മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്, മനുഷ്യന്മാരോട് ഞാൻ മിണ്ടാറുണ്ട്. നീ എന്റെ പരിസരവട്ടത്ത് താമസിക്കുന്ന കുറെ വർഷങ്ങളായി. അപ്പോഴൊന്നും കാണിക്കാതെ സൗഹൃദമൊക്കെ ഈ ഓരോരുത്തർ ഈടക്ക് കാണിച്ചു തുടങ്ങി. ചേട്ടാ ഞാൻ അത് എന്താ സംഭവം? നീ ഇങ്ങോട്ട് വരണ്ട. നീ അവിടെ പോയി എന്താ കാര്യം? എന്താണ് എന്താ ഇത്ര പറയാനുള്ളത്? എന്താണ്? അതല്ല ഈ പറമ്പ് കൊടുക്കണ്ടെന്ന് കേട്ടു. പറമ്പ് കൊടുക്കണില്ല. പറമ്പ് വിൽക്കാൻ ആഗ്രഹിക്കളി. പറമ്പിൽ കിടന്ന് തന്നെ ഞാൻ ചാവുള്ളൂ. പറമ്പ് വിൽക്കണില്ല. മറ്റേ പാട്ടത്തിന് കൊടുക്കണ്ട? പാട്ടിനും ഡാൻസിനും ഒന്നിനും കൊടുക്കണില്ല. എന്താ നിന്റെ ഉദ്ദേശം? എന്താണ്? ഞാൻ ഈ പറമ്പില് കുറച്ച് കപ്പ നടാന്ന് ഓർത്തിട്ടാണ്. കപ്പ ഇവിടെ ഇട്ട് വിളയിക്കണ്ട. അല്ലേട്ടാ എനിക്ക് കപ്പ വേണ്ട. കപ്പ ചേട്ടൻ എടുത്തോ. ഞാൻ വെറുതെ ഒരു രസം കപ്പ നട്ട് കളിക്കാം. നിന്റെ കപ്പ നട്ട് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് അല്ല ഇത്. അത് വേറെ ഗ്രൗണ്ട് നിന്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ ഭാര്യയ്ക്ക് എന്റെ മക്കൾക്കും താമസിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണ ഭൂമിയും കെട്ടോ. ചേട്ടാ ഞാൻ വേറെ ഇപ്പോഴൊന്നും കാണിക്കാത്ത ഒരു സ്നേഹം പുതിയതായിട്ട് നീ എന്റെ അടുത്ത് ഇവിടെ ഇട്ട് കൃഷി വേണ്ട. ഞാൻ കൊണ്ടുവന്ന കൃഷി നിന്റെ അടുത്ത് തന്നെ വെച്ചോ. കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുവന്ന പോലെ ഉണ്ടായിരിക്കും. അത് മേടിക്കാൻ ഇവിടെ ആളില്ല. ജോത്സ്യം വന്ന് പ്രശ്നം വെച്ചെന്ന് കേട്ടു. ഇവിടെ പ്രശ്നം വെച്ചതല്ല, പ്രശ്നം പറഞ്ഞതാണ്. പ്രശ്നം ഉണ്ടാക്കിയതാണ് പൊതുവെ. പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്നും അത് എന്റേതാണെന്നും അതെനിക്ക് കിട്ടുമെന്നും ജോത്സ്യം പറഞ്ഞു. അയ്യോ ഞാനിത് അറിഞ്ഞിട്ടൊന്നും അല്ല വന്നത്. എനിക്ക് എടാ ഈ മിണ്ടാത്ത എത്രയോ ആൾക്കാർ എന്നെ തന്തക്കും തള്ളക്കും നീ ആ മതലയിൽ എന്നെ കുറിച്ച് എഴുതി വെച്ചെന്താടാ?
ചേട്ടാ എനിക്ക് എഴുതാനും വായിക്കാൻ അറിയാം. നിനക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിൽ നീ എനിക്ക് എഴുത്തും വായന അറിയാവുന്നതിനെ കൊണ്ട് എഴുതിപ്പിക്കാൻ അറിഞ്ഞൂടാ നിനക്ക്? അയ്യോ ഞാൻ അങ്ങനെ എഴുതുമോ ചേട്ടാ? ഭാര്യാമർദ്ദകൻ എന്താണ് എഴുതിയ കല്യാണ വീരൻ എന്നൊക്കെ എഴുതി? പീഡന മർദ്ദകനൊന്നും ഞാൻ എഴുതിയിട്ടൊന്നുമില്ല. നീ ഇപ്പൊ തന്നെ പറഞ്ഞു നിന്റെ വായി തന്നെ വന്ന. അല്ല അതല്ല, നീ എന്തിനാ വന്നതെന്ന് എനിക്കറിയാം. എന്റെ പറമ്പിലെ നിധി മോഹിച്ചിട്ടല്ലേ നീയൊക്കെ വന്നത്? ചേട്ടാ നീ ആ ചേട്ടൻ അത് പറ. അതല്ല നമുക്ക് ഇവിടെ കഴുകിട്ടേക്കണേ, തിണ്ണ കഴുകിട്ടേക്കണേ. ഇതിവിടെ ഇരിക്കട്ടെ. എന്തായാലും പോകാനില്ല, അവിടെ ഇട്ട് വേവിച്ചാ മതി. അതല്ല ചേട്ടാ, ഇത് ഒന്ന് ഇരിക്കട്ടെ ഇവിടെ. ഞാൻ പറയട്ടെ, വേറെ ഒന്നുമല്ല, ചേട്ടൻ എന്നെ അങ്ങനെ കാണരുത്. ചെറുപ്പത്തിൽ ചേട്ടൻ മനസ്സിലാക്കണം, ചേട്ടനായിരുന്നു ഞങ്ങളുടെ ക്ലബ്ബിൽ ഏറ്റവും മൂത്ത ആള്. അറിയാലോ, ചേട്ടൻ ബോൾ എറിയുന്ന സമയത്ത് അതിൽ ഞാൻ പന്തെറിഞ്ഞ് വരുമ്പോ ചേട്ടൻ അടിക്കണത് ചേട്ടൻ ഓർമ്മയുണ്ടാ? ചേട്ടൻ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ നേരത്തെ ഇങ്ങനെ എറിയണത് ഇങ്ങനെ ഈ ഇവിടെ നിധി ഉണ്ടെന്ന് അറിയാലേ? ഏത് ഓർമ്മയായിരുന്നു നിധി? ഇവിടെ അല്ലേ? പറമ്പിലുണ്ട് ആണല്ലേ? ജോത്സ്യം പറഞ്ഞു ഏത് ഏരിയ കാണിച്ചു തരുകയും ചെയ്ത്. അതെ, അതറിഞ്ഞത് മുതലേ നാട്ടുകാരൊക്കെ ഇപ്പൊ ഒരു വരവും പോക്കും വിശേഷം അന്വേഷിക്കലും. പക്ഷെ ക്രിക്കറ്റ് കളി എനിക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. അത്ര വർഷത്തെ ക്രിക്കറ്റ് കളി സത്യമായിട്ട് ഞാൻ ദുബായിൽ ഇരിക്കുമ്പോൾ ഓർക്കും. അതായത് ചേട്ടൻ ബാറ്റ് ചെയ്യണതും ഞാൻ ഇങ്ങനെ എറിയാനായിട്ട് ഇങ്ങനെ എന്നെ ഓടിയിട്ട് കിതപ്പിക്കല്ലേ, എനിക്ക് സുഖമില്ലാത്തതാണ്. നമ്മളെ ഇവിടെ എവിടെയാണ് ക്രിക്കറ്റ് കളിച്ചപ്പോ കമ്പ് കുത്തിയത്? ഇവിടെ കളിച്ചിട്ടില്ല നമ്മൾ. ക്രിക്കറ്റ് ഇവിടെ കുത്തി. ഇവിടെ എവിടെയാണ്? ഇവിടെ അല്ലേ? ഇവിടെ ഇല്ല. ഇല്ല, ഇവിടെയാണ്. ഇവിടെ വിക്കറ്റ് കുത്തി നമ്മള്. നീ ക്രിക്കറ്റ് കൂത്തണം അതോ പറമ്പ് കളക്കണം? അല്ല, ഈ സൂക്കടൊക്കെ എനിക്ക് മനസ്സിലായി. നമ്മള് അല്ലേ? അയ്യോ, ഞാൻ നിധി നോക്കണല്ല. അല്ല, എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. പറമ്പ് മുഴുവൻ ഇട്ട് എന്നെ ഓടിക്കേണ്ട ഒരു ആവശ്യമില്ല. ആ സ്ഥലം അതാണെന്ന് എനിക്കറിയാം. ചേട്ടൻ എന്താ അങ്ങനെ പറയാം? ഇട്ട് വെറുതെ കായും കാലും കളയല്ലേ മോനെ. എന്താ നിന്റെ സൂക്കേട് എന്താണ്? അല്ല, നമ്മൾ ഈ പറമ്പില് എന്റെ പ്രഭാരം ചേട്ടാ, ഞാൻ ആ കേസ് മറന്നുപോയി. ഏത് കേസ്? അല്ല, ഒരു 4 മാസം മുമ്പ് തെങ്ങ് വെട്ടുന്ന കാര്യം പറഞ്ഞില്ലേ? അത് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അല്ല, തെങ്ങ് വെട്ടാൻ നീ മമ്മട്ടിയായിട്ട് വാത്സല്യത്തിലെ മമ്മൂട്ടിയെ പോലെ വന്നിട്ട് എന്താ കാര്യം? തെങ്ങ് വെട്ടുമ്പോ മമ്മട്ടി കാണൂല. അപ്പൊ നീ പറഞ്ഞു നിനക്ക് വെട്ടാൻ പറ്റില്ല, അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ കിടന്ന് തുറക്കം മഞ്ഞുണ്ടാ. എല്ലാവർക്കും ഉറക്കം പോയത് ഈ കഴിഞ്ഞ ദിവസമാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ നമ്മുടെ പരിസരവാസികൾക്ക് മൊത്തം ഉറക്കം പോയിരിക്കണേ. പക്ഷെ ഒരു വാക്ക് പറഞ്ഞ വാക്കായി വേണ്ട, ചെയ്യണ്ടെന്ന്. ഞാൻ ചെയ്യും. ഇപ്പൊ തെങ്ങ് വെട്ടണ്ടെന്ന്. ഇപ്പൊ തെങ്ങ് വെട്ടണ്ട. ഒരുത്തരം അപ്പുറത്ത് ഇതല്ല, ഈ തെങ്ങല്ല. ഈ തെങ്ങ് കൊലക്കാത്ത തെങ്ങാണ്. ഇത് വെട്ടി കളഞ്ഞിട്ട് വേറെ സെറ്റപ്പ് ചെയ്യണം. അതിന് മമ്മട്ടി എന്തിനാണ്? മമ്മട്ടി വേണം. ഈ തെങ്ങിന് അടിവേരുകളുണ്ടല്ലോ, വേരുകൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കും. വേര് എങ്ങോട്ടാ പോണെന്ന് പറയാനൊക്കെ ചിലപ്പോ ഒരു പേര് മനസ്സിലായി, എനിക്ക് സംഗതി മനസ്സിലായി. സംഗതി പിന്നെ ഇവിടെ അവിടെ കാണാൻ പറ്റൂല. ഒരുത്തരം അപ്പുറത്ത് സംഭവം പറമ്പ് എന്തിനാ കിടക്കണെന്ന് എനിക്ക് മനസ്സിലായി. സംഗതി എനിക്ക് പിടുത്തം കിട്ടി. ഇന്നലെ മുതലല്ലേ നിനക്കൊക്കെ സൂക്കേട് തുടങ്ങിയത് ഇല്ലേ? അപ്പൊ നീ എന്നോട് പറഞ്ഞെന്താണ്? എടാ, നിന്നോടാ പറഞ്ഞത്. നീ ശരിക്കും പറഞ്ഞ മരം വെട്ടാൻ വന്നാ പറമ്പ് കിളക്കാൻ വന്ന? അല്ലേ ചേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. അല്ലെ, എന്തിനാ വന്നതെന്തിനാ? തെങ്ങിന്റെ ചോട്ടിൽ ചിലപ്പോ തേങ്ങ വീണ് കഴിഞ്ഞാൽ തെങ്ങിന്റെ ചോട്ടിൽ കുഴി ഉണ്ടാവും. ഈ കുഴി നമ്മൾ മാറ്റി നോക്കിയാൽ ചിലപ്പോ തേങ്ങ കിളിർത്ത തേങ്ങ, ചിലപ്പോ തേങ്ങയല്ല മറ്റത് ജോത്സ്യം പറഞ്ഞ സാധനം കാണും ഇല്ലേ? പറമ്പിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്നോടായതുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ എന്റെ ഒപ്പം ക്രിക്കറ്റ് കളിച്ചാലെന്ന് പറഞ്ഞു വരുന്നത് അവിടെ കിടന്ന് കളക്ക്. പക്ഷെ ഞാനിതല്ലേ തെങ്ങ് മറിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. തെങ്ങ് മറിക്കണ്ട, തെങ്ങല്ല മറിക്കേണ്ടത്. മറിക്കേണ്ട തെങ്ങ് ഞാൻ കാണിച്ചു തരാം. പറമ്പിൽ കിടന്ന് കളിച്ചിട്ട് കാര്യമില്ല. ഞാൻ കിളച്ച് നോക്കട്ടെ. തെങ്ങ് ഞാൻ മറിക്കും. നീ പറമ്പ് കിളക്കാൻ വന്നാ തെങ്ങ് മറിക്കാൻ വന്നാ പറയാനൊക്കൂല. നീ പോണ്. അന്നോ നടക്കട്ടെ. ഒരുത്തൻ ഇവിടെ, ഒരുത്തൻ അവിടെ. വീട്ടിൽ പണിയെടുക്കാത്തവന്മാരാ. എന്റെ വീട്ടിൽ വന്ന് പണിയെടുക്കും. എന്താ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. നീ അടുത്ത ആൾക്കാർ. നമസ്കാരം സാർ. നിങ്ങളാണോ ഈ വീടിന്റെ ഉടമസ്ഥൻ? ഞാനാണ്. ആണോ? പേരെന്താ? പ്രഭാകരൻ. നിങ്ങളുടെ വീട്ടിൽ ഒരു നിധി കണ്ടാൽ നിങ്ങൾ ആദ്യം ആരെയാണ് അറിയിക്കേണ്ടത്? ഞാൻ വൈഫിനെ അറിയിച്ചു, പിന്നെ അവള് ബന്ധുക്കളെ അറിയിച്ചു. ഇപ്പൊ ഞങ്ങൾ മതിൽ കെട്ടിയിട്ട് സെക്യൂരിറ്റി ആദ്യം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം, അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെ അറിയിക്കണം. പോലീസ് അറിയിക്കാൻ വേണ്ടി സാറേ ഞാൻ ഇപ്പൊ ഇവരെ കാര്യം ഒന്ന് പറയണം. പണിക്കാരെ വെച്ച് കളച്ചെടുപ്പിക്കാണോ? പണിക്കാരല്ല, ഇത് അയൽവക്കക്കാരാണ്. ഇവര് നിധി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് തുടങ്ങിയേക്കാണ്. ഇതൊന്നും ശരിയാവില്ല. ഇനി ഞങ്ങള് ഇതെല്ലാം നോക്കിയിട്ട് ഞങ്ങൾ ശരിയാവില്ല. ആദ്യം എവിടെയാ നിധി കണ്ടത്? ആദ്യം ഞാൻ കണ്ടത് ഈ ഏരിയയിലാണ്. ഇങ്ങനെ അതാണ് ഇവിടെ അടുത്തും പറയാൻ പറ്റില്ല. നിങ്ങളെല്ലാം പോയി നിങ്ങളൊക്കെ പോയി അവിടെ ഇല്ലാന്ന് പറഞ്ഞു. അവിടെ പൊങ്കി വന്നിട്ട് താന്നു പോയി. ഞാൻ പിന്നെ വൈഫ് ഇപ്പുറത്ത് ഇവിടെ കണ്ടെന്ന് പറഞ്ഞു. അവിടെ ഈ ഏരിയയിൽ മക്കള് ഇവിടെ 2-3 സ്ഥലത്ത് കണ്ടെന്ന് പറഞ്ഞു. അത് എവിടെയൊന്നും പറഞ്ഞിട്ടില്ല. മൊത്തം നോക്കേണ്ടി വരും. ഇവർക്ക് എന്താണ്? പോലീസിനെ വിളിക്കണോ? നിങ്ങൾ സാർമാർ മാറിക്കോ. ഞങ്ങളെല്ലാം നോക്കാം. മമ്മട്ടി വെക്കൂ. അറസ്റ്റ് ചെയ്യൂല്ലെങ്കിൽ വെക്കോളൂ. നിങ്ങളും പോ.
ഇറങ്ങിക്കോ, ഞങ്ങൾ നോക്കണം, മൊത്തം ഞങ്ങൾ നോക്കണം കേട്ടോ. കിട്ടിയപ്പോ ഞങ്ങൾക്ക് വീട്ടുകാർ അതൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കും. ഹേ പൊയ്ക്കോളൂ സാറേ, നമ്മളിപ്പോ ബാധ്യതയും കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. മോള് പഠിച്ച് നല്ല കാശ് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ, എല്ലാം ഞങ്ങൾ ഏറ്റു കേട്ടോ. കുറച്ചെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും ശരിയാക്കാം. ഇതിന് വെള്ളം ഒഴിക്കാതെ ആ പറമ്പിൽ കുറെ സർക്കാരിന്റെ സാർമാര് വന്ന് കിളക്കണ്ട, അതിന് കുറച്ച് വെള്ളം കൊടുക്കും. എനിക്കിപ്പോ തൃപ്തിയായല്ല. പുറത്തുനിന്ന് ആൾക്കാർ വന്ന് അവിടെ കിളച്ച് നിധിയും കൊണ്ട് പോകാൻ പോവേ. സർക്കാരിന്റെ സാറന്മാരാണ്. ഇതും കൊണ്ട് പോകാന്ന് വിചാരിക്കണ്ട. ഇതല്ല, അവിടെ കിളച്ചു കൊണ്ടുപോകണ നിധി. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യും, മനസ്സിലായാ? താടി വെച്ച പിശാച് ഇങ്ങനെ നടക്കുക. നിധി കിട്ടുമെന്നുള്ള കൊതിയല്ലടാ, നോക്കൂലി വേണാ ഇരിക്കണേനി. നമ്മളടിപ്പിക്കണില്ല സാർമാര്, പിന്നെ എന്നിട്ടാണ് ഇനി ഉപമാരടാ കേടും. നീ ആ സാർമാർക്ക് ഇച്ചിരി വെള്ളം കൊടുക്കും, അവർക്ക് പരിചയമില്ലാത്ത പണിയാണ്. അതെ അവന് ഞാൻ പറഞ്ഞോ സാറിനോട് എന്റെ പറമ്പിൽ നിധി ഉണ്ടെന്ന്? എന്റെ പൊന്നു സാറേ, എന്റെ പറമ്പിൽ നിധി ഇല്ല. പറമ്പൊന്ന് കിളക്കാൻ വേണ്ടി 1.5 മാസം കൊണ്ട് ഒരാളെ അന്വേഷിച്ച് നടക്കണത്. പത്രത്തിൽ കൊടുത്ത് ഈ കേബിൾ ടിവിയിൽ എഴുതിയും കാണിപ്പിച്ചു, ഒരെണ്ണ ഈ പറമ്പിലേക്ക് വന്നില്ല. ഇപ്പൊ നിധി ഉണ്ടെന്ന് പറഞ്ഞപ്പോ എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വന്ന് കിളച്ചിട്ട് പോണേന്നറിയില്ല. ഇപ്പൊ അതെ സാർമാരും കൂട്ടത്തിൽ വന്നു.